ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം താങ്കളെ ഗവർണറായിട്ട് കിട്ടുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ഹൃദയത്തിൽ കൂടുതൽ ചേർത്ത് പിടിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴും വീരപുരുഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. അങ്ങനെ ബോസ് എന്ന് പേരുള്ള ഒരാൾ അവിടെ ഗവർണറായി ചെല്ലുമ്പോൾ ആ രീതിയിലാണോ ബംഗാളികൾ താങ്കളെ സ്വീകരിച്ചത്? വളരെ സന്തോഷത്തോടെ പറയട്ടെ, ബംഗാളിൽ എന്നെ ഒരു ബംഗാളിയായിട്ടാണ് അവർ കാണുന്നത്. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, എൻ്റെ പേര്, ബോസിൻ്റെ പേര്. രണ്ട്, മാതൃഭൂമി. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബംഗാളി നോവലുകൾ സ്ഥിരമായി പരിഭാഷപ്പെടുത്തി വരുമായിരുന്നു. അത് ചെറുപ്പം മുതലേ വായിക്കാൻ ഞങ്ങളുടെ അമ്മ പ്രേരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ബംഗാളി സാഹിത്യവുമായി അറിയാതെ ഉണ്ടായ മാതൃഭൂമി ഉണ്ടാക്കി തന്ന ആ ഒരു വൈകാരിക ബന്ധം, അതും എന്നെ ബംഗാളികൾക്ക് ഇഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്ന് നന്ദിപൂർവ്വം ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് ഈ ബോസ് എന്ന് പറയുന്ന പേര് വന്നത്? ഷേക്സ്പിയർ പറയും പോലെ ദെയർ ബൈ ഹാങ്സ് എ ടെയിൽ, അവിടെ ഒരു കഥ തൂങ്ങിക്കിടക്കുന്നു. എൻ്റെ അച്ഛൻ ഒരു എളിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയോട് ബഹുമാനമായിരുന്നെങ്കിലും നേതാജി ബോസിനോടായിരുന്നു കൂടുതൽ പ്രതിപത്തി. ആ ആരാധന മൂത്ത് അദ്ദേഹം എനിക്കും എൻ്റെ സഹോദരി സഹോദരന്മാർക്കുമൊക്കെ പേര് ബോസ് എന്നാക്കി തന്നു. മോഹൻ ബോസ്, സുന്ദർ ബോസ്, സുകുമാർ ബോസ്, ആനന്ദ് ബോസ്, കോമള ബോസ്, ഇന്ദിരാ ബോസ്, ഇങ്ങനെ ബോസ് ആക്കി തന്നു. അങ്ങനെയാണ് ബോസ് കിട്ടിയത്. ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് താങ്കൾക്ക് മറ്റൊരു ബംഗാളി ബന്ധം കൂടിയുണ്ട്. അതായത് ഒരുപക്ഷെ സിവിൽ സർവീസിൽ വരുന്നതിന് മുൻപ് ബാങ്കിങ് മേഖലയിലായിരുന്നു, SBIയിലായിരുന്നു ജോലി കിട്ടിയത്. അങ്ങനെ ആദ്യമായി ഒരു ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നതും ബംഗാളിലാണ്. അന്ന് കണ്ട ബംഗാളും ഇന്ന് ഇപ്പോൾ അവിടുത്തെ ഗവർണറായി ചെന്നതിന് ശേഷം കാണുന്ന ബംഗാളും തമ്മിൽ എങ്ങനെ വ്യത്യാസമുണ്ട്? ശരിയാണ്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ബാങ്കിൽ തുടങ്ങിയ സ്റ്റേറ്റ് ബാങ്ക് പ്രൊബേഷണറി ഓഫീസറായിട്ടാണ്. ജൽപായ്ഗുരി ബ്രാഞ്ചിലാണ് ആദ്യം എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്, നോർത്ത് ബംഗാളിൽ. അതിനുശേഷം ശ്യാംബസാർ കൽക്കട്ടയിൽ, ശ്യാംബസാറിലും ചവരങ്കി ലോക്കൽ ഹെഡ് ഓഫീസിലും ജോലിയായിരുന്നു. അതുകൊണ്ട് ബംഗാളുമായി അടുത്തിടപെടാനുള്ള ഒരു സാഹചര്യം എൻ്റെ ചെറുപ്രായത്തിൽ എനിക്കുണ്ടായി. അന്ന് എനിക്ക് 22 വയസ്സാണുള്ളത്. മാത്രമല്ല, എൻ്റെ ആദ്യത്തെ ചെറുകഥ അത് ബംഗാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. ചവരങ്കിയിലെ പൂക്കൾ എന്നാണ് അതിൻ്റെ പേര്. അന്ന് ഈ കഥ എഴുതി ഞാൻ ശ്രീ എം കൃഷ്ണൻ നായർ, പ്രൊഫസർ എം കൃഷ്ണൻ നായർ, അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യ വാരഫലത്തിൽ പുതുമുഖങ്ങളൊക്കെ ചിലപ്പോൾ ക്ഷുദ്രകൃതികൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആദ്യം ഏൽപ്പിച്ചു. അദ്ദേഹമാണ് ആദ്യം പബ്ലിഷ് ചെയ്തതെന്നത്. അങ്ങനെ ബംഗാളുമായിട്ട് വൈകാരികമായും സാഹിത്യപരമായും എനിക്കൊരു അടുപ്പം ഉണ്ടായിട്ടുണ്ട്.